തന്ത്രപരമായി അതിൻ്റെ മേൽക്കൂര ഇതാ സൈന്യം ഒപ്പം രക്ഷാസംഘവും ചേർന്ന് മാറ്റുന്നു. ആ മേൽക്കൂര മാറ്റിയാൽ അതിനുള്ളിലേക്ക് സൈന്യത്തിന് കയറാം. ആ മേൽക്കൂര മാറ്റിയാൽ ആ മൃതദേഹങ്ങളോ ജീവനോടെ ആളുകൾ ഉണ്ടോ എന്ന് നോക്കാം. മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാം. വളരെ ശ്രമകരമായ ആയാസകരമായ പണി നടക്കുന്നുണ്ട്. SKN ഇവരെ എത്ര അഭിനന്ദിച്ചാലും എത്ര ആശംസിച്ചാലും മതിയാകില്ല. കാരണം സ്വന്തം ജോലികളടക്കം മാറ്റിവെച്ചാണ് ഈ രക്ഷാദൗത്യ സംഘം അടക്കമുള്ളവർ ഇവിടെ 2 ദിവസമായി SKN ക്യാമ്പ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടെറൈൻ വളരെ മോശം ടെറൈനാണ്. ഈ മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് ഈ ആളുകൾ അതെല്ലാം മാറ്റിവെച്ച് ഭയാശങ്കകളില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. ഈ സേവന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. വയനാടിന് വേണ്ടി, ഈ ചൂരൽമലയ്ക്ക് വേണ്ടി, മുണ്ടക്കൈക്ക് വേണ്ടി, വെള്ളരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് SKN ഏറ്റവും ആശ്വാസകരമായ കാര്യം. രാഹുൽ, ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി നമുക്കിപ്പോൾ അടുത്ത് നിന്ന് പകർത്താം എന്ന് തോന്നുന്നു. കാരണം SKN ഈ